ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ രാജമലയിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ്. മലയാളികൾ പൊതുവെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ചെയ്താൽ ഫസ്റ്റ് തന്നെ മനസ്സിൽ വരുന്ന ഒരേ ഒരു പ്ലേസാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. മിക്ക ടൂറിസ്റ്റുകളും നിർത്തി കാണുന്ന ഒരു സ്പോട്ടാണിത്. വാളറ വെള്ളച്ചാട്ടം. അടിമാലി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന ഒരു വാട്ടർഫാളാണിത്. തലേദിവസമൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതി കലങ്ങിയ വെള്ളമായിരുന്നു വരുന്നത്. സാധാരണ മൂന്നാർ പോകുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ണപ്പുറം വഴി ആനച്ചാല, വെള്ളത്തൂവൽ ആനച്ചാല വഴിയാണ് ഞങ്ങൾ മൂന്നാർ സാധാരണ പോകാറ്. എന്നാൽ ഈ പ്രാവശ്യം മൂവാറ്റുപുഴ കോതമംഗലം വഴി അടിമാലിയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മൂന്നാറിലേക്ക് പോയത്. ഞങ്ങൾക്ക് കൂടുതലും ബൈക്കിൽ യാത്ര ചെയ്യാൻ തന്നെയാണ് കൂടുതൽ താല്പര്യം. പൊതുവെ ഹൈ റേഞ്ച് ആയതുകൊണ്ടും പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു പോകാനും നമുക്കിഷ്ടം കൂടുതലും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നതാണ്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന ടൈമിൽ നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ അടിമാലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റിന് മാറ്റം വന്നു തുടങ്ങി. ചിത്തിരപുരം ടൗണൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. എല്ലാവരും ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ട് മിക്ക ആൾക്കാരും തന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പോകുന്ന വഴി സൈഡുകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. അവിടെ കണ്ടപ്പോൾ ഞങ്ങളും ഇറങ്ങി. ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ അത് മൂന്നാറിൽ തന്നെ വരണം. ഇപ്പോൾ ശരിക്കും ഉച്ച സമയമാണ്, പക്ഷേ നല്ല തണുപ്പാണ്. എന്നാൽ വെയിലും ഉണ്ട്. നമുക്ക് കാറ്റടിക്കുമ്പോൾ നല്ല പോലെ തണുക്കുന്നുമുണ്ട്. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. നമ്മളെല്ലാവരും ഈ മൂന്നാർ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ഈ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മൂന്നാറിലോട്ട് ഓടിപ്പിടിച്ച് വരുന്നത്.
വരുന്ന ദിവസം മൺഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അധികവും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മലയാളീസിനേക്കാളും കൂടുതലും അവരായിരുന്നു. രാജമല എത്തിയപ്പോഴാണെങ്കിലും അവരായിരുന്നു ഏറ്റവും കൂടുതൽ. ഇരവികുളം നാഷണൽ പാർക്ക് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സ്പോട്ടുകളിലൊന്നും നിർത്തിയില്ല. പോരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു. പിന്നെ ഇടയ്ക്കൊന്നും അങ്ങനെ ഫോട്ടോസ് എടുക്കാനൊന്നും നിർത്തിയില്ല. നമുക്ക് അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്, 5 മണി വരെയുള്ളൂ ടൈം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അവിടെ എത്തുകയും വേണം. 2 ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. ടൗണിലോട്ട് എത്തുകയാണ്. ഈ സ്പോട്ടൊക്കെ തന്നെ ഒരുപാട് സിനിമകളിലും ഉണ്ട്. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ പ്ലാനും. അതായത് സ്റ്റേയുടെ ആവശ്യമില്ല. മൂന്നാർ ടൗൺ വിട്ട് രാജമല റൂട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ 2-3 ടീ ഫാക്ടറീസ് ഒക്കെ കണ്ടു. ഇവിടുത്തെ കാഴ്ചകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര പറഞ്ഞാലും മതിയാവത്തുമില്ല. ഈ ഭാഗത്തൊക്കെ റോഡ് അല്പം മോശമാണ്, അതുകൊണ്ടാണ് ഇത്ര ജെർക്കിങ് വരുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും കർഷകരും തൊഴിലാളികളുമാണ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തി. ബൈക്കൊക്കെ പുറത്ത് പാർക്ക് ചെയ്യണം, കാറിനൊക്കെ അകത്ത് സ്പേസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.